ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തായിട്ട് തന്നെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലെ വിശേഷമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളൊക്കെ കാത്തിരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ ജാനകി അനാമികയുടെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കുകയാണ്. അനാമിക അനിക്ക് ചേർന്ന പെണ്ണല്ലെന്ന് തന്നെ മനസ്സിലാക്കുകയാണ് ജാനകി. അങ്ങനെ ജാനകി അനാമികയെ വെറുത്തോണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അനാമികയോട് ജാനകി പറയുന്നുണ്ട്, നീ എൻ്റെ മകനെ ചതിക്കുകയായിരുന്നല്ലേ, ഇങ്ങനെ ഒരു ഭാര്യ അവന് ഇല്ലാതിരിക്കുന്നത് തന്നെയായിരുന്നു നല്ലത്. നിന്നെപ്പോലെ ഒരു വിഷപ്പാമ്പിനാണല്ലോ ഞാൻ ഇത്രയും നാൾ പാല് കൊടുത്തോണ്ടിരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനി നന്ദുവിനെ കാണുകയാണ് കേട്ടോ. ട്രെയിനിങ്ങിൻ്റെ സമയത്ത് വഴിയിലൂടെ നടത്തിക്കൊണ്ട് പോവാണ് നന്ദുവിനെയൊക്കെ. അപ്പം നന്ദുവിന് തീരെ വയ്യാതെ നന്ദു നടന്നു പോവാണ്. അപ്പോൾ ട്രെയിനറോട് പറയുന്നുണ്ട്, എനിക്കിതൊന്നും പറ്റുന്നില്ല സാർ എന്ന് പറഞ്ഞിട്ടും അയാളത് നിർബന്ധിക്കുകയാണ്. അങ്ങനെയൊന്നും നീ പറഞ്ഞാൽ പറ്റില്ല, നിനക്ക് പറ്റില്ലെങ്കിലും ഇതൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് അയാൾ പറയാണ്. ഇത് അനി കേൾക്കുമ്പം അനിയും ആ ട്രെയിനറോട് പറയുന്നുണ്ട് കേട്ടോ, അതെ നന്ദുവിന് തീരെ പറ്റുന്നില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ അവളെ നിർബന്ധിച്ചിങ്ങനെ ചെയ്യിക്കുന്നത്, വയ്യാഞ്ഞിട്ടല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം നീ ആരാ ഇതൊക്കെ ചോദിക്കാൻ, ഓ നീ ആയിരിക്കും ഇവൻ്റെ ആ കാമുകൻ ആയില്ലേ എന്നൊക്കെ പറയാണ്. നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഇവളെ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തിക്കോ എന്ന് അനിയോട് പറയാണ് കേട്ടോ. അപ്പോൾ അനി ഇങ്ങനെ നോക്കിയിരിക്കുക. നന്ദു മനസ്സോടെ ആ ട്രെയിനറുടെ കൂടെ പോവാണ് ചെയ്യുന്നത്. നന്ദുവിനാണെങ്കിൽ തീരെ വയ്യാതായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതുകൂടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാവുകയാണ്. അനി മനസ്സിൽ ഓർക്കുകയാണ്, നന്ദുവിന് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഇവിടെ നേരിടേണ്ടി വന്നിരുന്നോ, ഇത്രയൊക്കെ കഷ്ടപ്പാട് അവൾ അനുഭവിക്കുന്നുണ്ടോ, അവൾ എന്തോ ആ ട്രെയിനർ അവളോട് വല്ലാതെ മോശമായിട്ട് പെരുമാറുന്ന പോലെ തോന്നുന്നു, ഇതൊക്കെയായിരിക്കും നന്ദു പറഞ്ഞത് ബുദ്ധിമുട്ടിൻ്റെ കാര്യമൊക്കെ എന്നിങ്ങനെ അനി വിചാരിക്കുകയാണ്. അനി എന്നിട്ട് വിചാരിക്കുന്നുണ്ട്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നന്ദുവിനോട് അയാൾ എന്തോ മുൻവൈരാഗ്യം വെച്ച് പെരുമാറുന്ന പോലൊക്കെ തോന്നുന്നുണ്ട്, ഇതെന്തായാലും നയനടത്തിയോട് പറയണം, നന്ദുവിനെ അവിടെ നിന്ന് രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറയണം. അങ്ങനെ അനി വീട്ടിൽ എത്തിക്കഴിയുമ്പം നയനയോട് പറയുന്നുണ്ട്, നയനടത്തി അത് ഞാനിന്ന് വഴി വെച്ച് നന്ദുവിനെ കണ്ടു എന്ന് പറയാണ്. അപ്പം നയനെ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് വഴി വെച്ച് നന്ദുവിനെ കണ്ടത്, നീ ഫോൺ വിളിച്ച് അവളെ വരുത്തിയോ, പല പ്രാവശ്യം അനി നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന്, നന്ദുവിനെ കാണാൻ ശ്രമിക്കുകയോ ഫോൺ വിളിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന്, അനാമിക്ക് പറയുന്നതിലും കുറച്ചൊക്കെ കാര്യമില്ലേ അനി എന്ന് ചോദിക്കുക. അപ്പം അനി പറയുന്നുണ്ട്, നയനടുത്ത് വേറൊരു കാര്യം പറയാനാണ്, നന്ദുവിനെ ഞാൻ ഫോൺ വിളിച്ച് വരുത്തിയതൊന്നുമല്ല, ഞാൻ റോഡിലൂടെ പോകുമ്പം നന്ദുവിൻ്റെ ഗ്രൂപ്പിലുള്ളവരും എല്ലാവരും കൂടി ജോഗിങ്ങിന് പോവുമായിരുന്നു എന്ന് പറയാണ്. ആഹാ അങ്ങനെയാണോ നീ കണ്ടത്, എന്നിട്ട് നന്ദു എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കാണ്. അപ്പം അനി പറയുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് നയനടുത്തി, അതെന്താന്ന് വെച്ചാൽ ആ ട്രെയിനർ നന്ദുവിനോട് മോശമായിട്ട് പെരുമാറുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്, നന്ദുവിന് തീരെ വയ്യാതെ റോഡിൽ വന്ന് തളർന്നിരിക്കുകയായിരുന്നു, അവൾ എന്നോട് പറയുകയും ചെയ്തു, ഒരുപാട് എക്സസൈസുകളൊക്കെ ചെയ്യിച്ചത് കാരണം അവൾക്കിനി ഇത്രയും ദൂരം നടക്കാൻ കൂടി അവൾ പറ്റുന്നില്ല, അതുകൊണ്ട് തീരെ പറ്റുന്നില്ല എന്ന് അവൾ അയാളോടും പറഞ്ഞു. പക്ഷേ അയാൾ ഒരുപാട് ചീത്ത പറയുകയും ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ലെന്ന് നിർബന്ധിക്കുകയും ഒക്കെ ചെയ്തു. ഞാനും അയാളോട് പറഞ്ഞു, നന്ദുവിന് തീരെ വയ്യെന്ന് പറഞ്ഞതല്ലേ, അപ്പം ഇങ്ങനെ നിർബന്ധിച്ച് ചെയ്യാവോന്ന്. അതിനടുത്ത് അങ്ങനെ നന്ദു തളർന്നു പോകുന്ന ഒരാളല്ലല്ലോ, നന്ദു ആൾ നല്ല ഫിറ്റായിരുന്നല്ലോ, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ഫൈറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു. ഇപ്പം ആ പ്രസരിപ്പ് ഊർജ്ജമൊന്നും നന്ദുവിനില്ല, അവളാകെ തളർന്ന മട്ടാണ്, അവളെ കൊണ്ട് ഒരടി പോലും നടക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഞാൻ കണ്ടത്. ഇതിനു മുമ്പ് ഞാൻ നന്ദുവിനെ ഇങ്ങനെ കണ്ടിട്ടില്ല, ഒരുപാട് വർഷമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പല്ലേ, അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്കറിയാം, അവൾ പല ഫൈറ്റുകൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പം ഇപ്പം നന്ദു ഇങ്ങനെ തളർന്ന് ഊർജ്ജമില്ലാതെ ആകെ വയ്യാത്ത അവസ്ഥയിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് നയനടുത്തി, ആ ട്രെയിനറുടെ ഭാഗത്തുനിന്ന് നല്ല ഒരു പെരുമാറ്റമൊന്നും അല്ല എന്ന് പറയാം. അപ്പം നയന അനിയോട് പറയുന്നുണ്ട്, അത് ശരിയാ അനി, നന്ദു ഇതിനു മുമ്പ് എന്നെ ഫോൺ ചെയ്തപ്പോഴും പല പ്രാവശ്യം ഈ ട്രെയിനറെക്കുറിച്ച് പറഞ്ഞിരുന്നു, അയാൾ മനഃപൂർവ്വം അവളെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് തോന്നുന്നെന്ന് അവൾ പറഞ്ഞു, ഒരുപാട് ശിക്ഷകൾ കൊടുക്കുകയും ഒരുപാട് എക്സസൈസ് ചെയ്യിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, നന്ദുവിനെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന പോലെ അയാൾ ശ്രമിക്കുന്നു എന്ന് നന്ദു എന്നോട് പറഞ്ഞെന്ന് നയന പറയാം. എന്നിട്ട് നയനേച്ചി ഈ കാര്യം എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, ഇക്കാര്യം നമ്മൾ അന്വേഷിക്കണ്ടേ, ഇല്ലെങ്കിൽ അവൾക്ക് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ. അത് ശരിയാ അനി, ഇതിനു മുമ്പ് ഞാനിത് ആദർശേട്ടനോട് പറഞ്ഞിരുന്നു, അന്ന് നന്ദു അവിടെ ഒരു ചെറിയ പ്രശ്നവും ഉണ്ടാക്കി, അയാളെ ഇരുട്ടടി കൊടുക്കുക ചെയ്തു നന്ദു. ആഹാ എന്നിട്ട് അയാളത് മനസ്സിലാക്കിയോ നന്ദുവാ ചെയ്തതെന്ന്, അതായിരിക്കും അയാൾക്ക് ഇത്ര ദേഷ്യം.
അന്ന് അയാൾക്കത് മനസ്സിലായില്ലെന്നാണ് പറഞ്ഞത്. കാരണം അയാൾ മദ്യലഹരിയിലായിരുന്നു. ആ സമയത്താണ് നന്ദു ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ട് പിന്നെ അതൊന്നും പ്രശ്നമാക്കാത്തത് കാരണം അതിലൊന്നും ഇടപെടേണ്ടി വന്നില്ല. പക്ഷെ ട്രെയിനറുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയോ പ്രശ്നമുണ്ട് അനി എന്ന് പറയാണ്. അപ്പോൾ അനിയും പറയുന്നുണ്ട്, ശരിയാ, നയനടുത്തി അവളെ വിളിക്കണം, എന്താ പ്രശ്നം എന്നറിയണം, അതിനൊരു പരിഹാരവും കണ്ടെത്തണം, അല്ലെങ്കിൽ നന്ദുവിന് എന്തെങ്കിലും സംഭവിക്കുമോ വരെ എനിക്ക് പേടിയാന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നമ്മുടെ ജാനകി അങ്ങോട്ട് വരുക. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ അനി, നന്ദുവിൻ്റെ കാര്യമാണോ പറയുന്നത് എന്ന് ചോദിക്കുക. അപ്പം അനി പറയുന്നുണ്ട്, അതെ, നന്ദുവിനെ ഞാൻ ഇന്ന് കണ്ടു, ആ കാര്യം നയനടത്തിയോട് പറയായിരുന്നു. ആഹാ, നന്ദുവിനെ കാണാൻ നീ ഇന്നും പോയിട്ടുണ്ടായിരുന്നല്ലേ? അപ്പോൾ അനാമിക പറയുന്നൊന്നും ശരിയല്ലാതെ ഇല്ല. അവൾ പറയുന്നതൊക്കെ 100% ശരിയാ. നീ എപ്പോഴും അവളെ ഫോൺ വിളിക്കുകയും അതുപോലെ തന്നെ മെസ്സേജ് ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് നീ അവിടെ പോയി അവളെ കാണാനും പോയി. ഞാൻ അവിടെ പോയി കാണാൻ പോയതൊന്നുമല്ല. അമ്മ എഴുതാപ്പുറമൊന്നും വായിക്കണ്ട. നന്ദുവിനെ ഞാൻ വിളിക്കാറുണ്ട്. പലപ്പോഴും നന്ദു ആ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല. മനഃപൂർവ്വം എന്നെ ഒഴിവാക്കാറുണ്ട്. അനാമികയോടുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകരുതെന്നേ നന്ദു പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ വഴി വെച്ച് കണ്ടതാ. അപ്പം നന്ദുവിന് തീരെ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. അതാ ഞാൻ നയനടുത്തിയോട് പറഞ്ഞത് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ പറയാണ് നമ്മുടെ ജാനകി, ആഹാ, അവൾക്ക് വയ്യാത്ത അവസ്ഥയിലായിരുന്നു. നിനക്ക് വഴി വെച്ച് കണ്ടപ്പോഴേ അവളെ വയ്യാത്ത അവസ്ഥ മനസ്സിലായി. നിന്റെ ഭാര്യ ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ, അവൾക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടെന്നോ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നോ നീ തിരക്കുന്നുണ്ടോ അനിയെന്ന് ചോദിക്കുക. അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ? ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഉടനെ അനാമികയുടെ കാര്യം എടുത്തിട്ടുണ്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അനാമിക ഏതെല്ലാം വഴി പോകുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവൾ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. ആ കാര്യങ്ങൾ അമ്മയൊക്കെ മനസ്സിലാക്കാനിരിക്കുന്നേ ഉള്ളൂ എന്ന് അനി പറയുമ്പം ജാനകി പറയണം, പിന്നെ നീ കുറേ പെർഫെക്റ്റാണ്. ഞാൻ നോക്കിയിട്ട് ഇവിടെ വന്ന മരുമക്കളിൽ ഏറ്റവും പെർഫെക്റ്റ് എൻ്റെ മരുമകൾ അനാമിക തന്നെയാണ്. അവളെപ്പോലെ ഒരു മരുമകളെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. എന്നിട്ടും നീ അവളെ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ആ മുട്ടേച്ചിയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നല്ലോ എന്ന് പറഞ്ഞേച്ച് ജാനകി അങ്ങ് പോവാണ് കേട്ടോ. അതേസമയം നമ്മുടെ അനാമികയും ദേവതിയും വേണുവും കൂടി ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ പറയുന്നുണ്ട് നന്ദുവിൻ്റെ കാര്യം. നന്ദുവിന് നല്ല പണിയാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മധുസാറ് എന്ന് പറയാണ് വേണു. അപ്പം ഉടനെ അനാമികയും പറയാണ്, എന്നിട്ട് അവൾ ചത്തില്ലല്ലോ, അല്ലെങ്കിൽ അവളുടെ ട്രെയിനിങ് മുടങ്ങണം, അവളെ ഇതിൽ നിന്ന് എങ്ങനെയും പുറത്ത് ചാടിക്കണം. അതിനുള്ള വഴികളൊക്കെ മധുസാറ് ചെയ്യുന്നുണ്ട് മോളെ. ഇപ്പോഴാണെങ്കിൽ അവൾ തീരെ വയ്യാത്തൊരവസ്ഥയിലാണെന്നാണ് മധുസാറ് പറഞ്ഞത്. മധുസാറ് നല്ലതായിട്ട് മനസ്സിൽ വെച്ച് പെരുമാറുന്നെന്ന് പറയാം. അപ്പം അനാമിക പറയാം, ആ, നന്നായിട്ട് പെരുമാറുന്നുണ്ട്. ഇനിയിപ്പോൾ ട്രെയിനിങ്ങിന് കുറച്ച് നാളും കൂടിയേ ഉള്ളൂ. അവൾ വിജയകരമായിട്ട് ട്രെയിനിങ് പൂർത്തിയാക്കി SI ആയിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ പിന്നെ നന്നായിട്ട് പെരുമാറുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ വേണു പറയാം, ഞാൻ നിന്നോട് വേറൊരു കാര്യം പറയട്ടെ. ഈ നന്ദു എന്ന് പറയുന്നത് ചെറിയ സാധനമൊന്നുമല്ല. അവളുടെ ബുദ്ധിയും ചിന്തയൊക്കെ അങ്ങേയറ്റാ. മധുസാറിനെ വരെ അവൾ അടിച്ചിട്ട ആളാന്ന് പറയാം. അപ്പോൾ രേവതി ചോദിക്കുക, അയ്യോ, നിങ്ങളെന്താ പറയുന്നത്? മധുസാറിനെ അവൾ കയറി അടിച്ചോ? എന്നിട്ട് അവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലേ? അവളെ ക്യാമ്പിൽ നിന്നൊന്നും പുറത്താക്കിയില്ലേ? അതെങ്ങനെ പുറത്താക്കും? മധുസാറിന് അവൾ ഇരുട്ടടിയല്ലേ കൊടുത്തത്? നമുക്കന്ന് തന്നതുപോലെ തന്നെ. അങ്ങേരാണെങ്കിൽ നല്ല മദ്യലഹരിയിലുമായിരുന്നു. ആ സമയത്ത് കിട്ടിയ അടി അയാൾ ഓർക്കുന്നേയില്ല. അത് കഴിഞ്ഞ് ഏതോ ഒരു പെണ്ണാണല്ലോ അടിച്ചതെന്ന് ഓർത്തു വന്നപ്പോഴാണ് നന്ദു ആണെന്ന് മനസ്സിലായത്. അതും മനസ്സിൽ വെച്ചാൽ പെരുമാറുന്നത്. അതുകൊണ്ട് അവളുടെ കാര്യം പോക്കാണെന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ഉടനെ തന്നെ അനാമിക ചോദിക്കുന്നുണ്ട്, അവൾ അയാളെ അടിച്ചിട്ട് പിന്നെ അയാൾ ഒരു പണി പോലും തിരിച്ചു കൊടുത്തില്ലേ? എങ്ങനെ കൊടുക്കും? പുറത്തിറങ്ങിയ അയാൾക്ക് നാണക്കേടല്ലേ? ഇത്രയും വലിയ ട്രെയിനറിനെ ഒരു പെണ്ണ് അടിച്ചിടുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അയാൾ അത് മിണ്ടുന്നില്ല. പക്ഷേ നന്ദുവിനുള്ള പണി ഉറപ്പാണ്. വലിയ താമസമില്ലാതെ അവളിങ്ങ് നിർത്തിപ്പോരും എന്ന് പറയാണ്. അങ്ങനെ അവർ 3 പേര് സന്തോഷിക്കുക. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, ഞാൻ പോവാണ്, എനിക്ക് കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട്, എൻ്റെ 1-2 ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് മീറ്റ് ചെയ്യാനുണ്ടെന്നൊക്കെ പറയുമ്പം രേവതി ചോദിക്കുക, മോളെ, നിൻ്റെ ഏത് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനാണ് നീ പോകുന്നത്? അനി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും കേട്ടോ. അവൻ്റെ കുടുംബക്കാരൊക്കെ അറിഞ്ഞാൽ നാണക്കേടാവും. ഓ, അനി കണ്ടാൽ എനിക്കൊരു പ്രശ്നവുമില്ല. അവനും ആദർശം നയനിയൊക്കെ ഇവരെ അറിഞ്ഞതാ ഞാൻ എനിക്കിഷ്ടമുള്ളിടത്തോടെ നടക്കൂ എന്നുള്ള കാര്യം. പിന്നെ ആ മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ എൻ്റെ അമ്മായിയമ്മയൊക്കെ അറിയാനുള്ളൂ. അതാ മോളെ ഞാൻ പറഞ്ഞത്. നിൻ്റെ അമ്മായിയമ്മയും ആ ജലജയും ഒക്കെ അറിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ? അവരൊക്കെ ഇപ്പോൾ ഇനി നിനക്ക് നല്ല സപ്പോർട്ടല്ലേ? ആ സപ്പോർട്ട് പിന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു മറയുന്നൊക്കെ വേണം കേട്ടോ എന്ന് പറയാൻ. അപ്പോൾ അനാമിക പറയാനേ, എനിക്കും എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ? ഞാൻ ആ വലിയ വീടിൻ്റെ അത് ശ്വാസം മുട്ടിയിരിക്കുക. തിന്നുക, ഉറങ്ങുക, ഒരുങ്ങുക എന്നല്ലാതെ എനിക്ക് വേറെന്താ പണി? എനിക്കും പുറത്തിറങ്ങി എൻ്റെ ജീവിതം ഒന്ന് എൻജോയ് ചെയ്യണ്ടേ? ഞാനും ഒരു ചെറുപ്പക്കാരിയല്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? അപ്പോൾ വേണു പറയാണ്, അതൊക്കെ ആയിക്കോ മോളെ, പക്ഷെ നമ്മുടെ മനസ്സിലെ ലക്ഷ്യം അത് തകർന്നു പോകരുത്. നീ അതിനുവേണ്ടി ശ്രമിക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ. അതേസമയം
അനന്തപുരിയിലാണെങ്കിൽ നമ്മുടെ ചന്തുമോളെ നല്ല സ്നേഹത്തിലാണ് കേട്ടോ ആദർശും നയനിയും ദേവയാനിയും ഒക്കെ കൊണ്ടു നടക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നവിക്ക് സംശയം തോന്നുന്നുണ്ട്. ഇതെന്താ ഇവരിങ്ങനെ ചന്തുമോളെ സ്നേഹിക്കുന്നത്? ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇത് അംഗീകരിച്ചിരിക്കുക. എല്ലാവരും അങ്ങ് ചന്തുമോളെ സ്നേഹിക്കുകയും ചെയ്യാണ്. ഞാൻ പലവട്ടം ഇക്കാര്യം മുത്തശ്ശനോടും മുത്തശ്ശിയോടും സൂചിപ്പിച്ചപ്പോഴും അവർ പറഞ്ഞത് സത്യമൊക്കെ വേറെയാണ്, ആദർശ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. സത്യം എന്താണെന്ന് ചോദിക്കുമ്പം അതിന് മാത്രം അവർക്ക് മറുപടിയില്ല. സത്യങ്ങളൊക്കെ മോള് കണ്ടെത്തിയാൽ മതിയെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഇനി എന്താ കണ്ടെത്തേണ്ടത്? ഇനി അബിക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യവും എനിക്ക് സംശയമുണ്ട്. പക്ഷേ അബി അങ്ങനെയൊന്നും ചെയ്യില്ല. ഇപ്പം അവന് എന്നോടും കുഞ്ഞിനോടും ഒക്കെ ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ ഇങ്ങനെ നവ്യ വിചാരിക്കുകയാണ്. അതേസമയം ചന്തുമോളുടെ ബർത്ത്ഡേയും അതുപോലെ ചന്തുമോളുടെ എല്ലാ കാര്യങ്ങളും അവിടെ ഇങ്ങനെ ആഘോഷിക്കുമ്പം നവ്യയുടെ മനസ്സിലോട്ട് കുശുമ്പ് കയറ്റി വിടുകയാണ് ജലജയും അബിയും കൂടി. ജലജ നവ്യയോട് ചെന്ന് പറയുന്നുണ്ട് കേട്ടോ, എടി നീ ഇങ്ങനെ ഇരുന്നു, നിന്റെ അനിയത്തിയാണ് ഇവിടുത്തെ രാജകുമാരി, അവളാണ് ഇവിടുത്തെ റാണി. വന്ന കാലം തൊട്ട് അവളാണ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അച്ഛനെയും അമ്മയും ആദർശിനെയും ഇപ്പോൾ ഏടത്തെയും വരച്ച വരയിൽ നിർത്തിയിരിക്കുക അവള്. ഇത് കണ്ടില്ലേ ഇപ്പോൾ ഒരു ചന്തുമോള് ആ കൊച്ചിൻ്റെ പിറന്നാളും എന്തെല്ലാം കാര്യങ്ങൾ ആഘോഷിക്കുന്നത്. എവിടുന്നോ വന്ന് കയറിയ കുഞ്ഞ്. പക്ഷെ നമ്മളതേ ഈ കുഞ്ഞ് അനന്തപത്മനാഭൻ, അവനെ ഇവരാരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടോ? നിന്റെ അനിയത്തി നയനെ പോലും അവനെ ഒന്ന് താലോലിക്കുന്നുണ്ടോ? അവൾക്ക് എപ്പോഴും വല്ലോൻ്റെ കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കാനല്ലേ നേരം. നിന്റെ കൊച്ചിനെ സ്നേഹിക്കണ്ടേ അവള്? ആ അതൊക്കെ നേര് തന്നെയാ. പക്ഷേ അവർക്ക് ആ കൊച്ചിനെ ഇഷ്ടമെങ്കിൽ അവർ സ്നേഹിച്ചോട്ടെ. എൻ്റെ കുഞ്ഞിനെ അവരാരും സ്നേഹിക്കുന്നത് നോക്കിയല്ലല്ലോ ഞാൻ ജീവിക്കുന്നത് എന്ന് പറയാണ്. അപ്പം ജലജ പറയുന്നുണ്ട്, നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, നമ്മുടെ അധികാരം നമ്മൾ പിടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോഴാണ് കേട്ടോ ചന്തുമോളുടെ പിറന്നാൾ ദിവസമൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന കാണുമ്പോഴേക്കും നവ്യയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല. നവ്യ അതിൻ്റെ ഇടയ്ക്കേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് പറയാണ്, എന്താ നിങ്ങളിപ്പം ചന്തുമോളുടെ പിറന്നാളും ആഘോഷങ്ങളും ഒക്കെ നടത്തുന്നുണ്ടല്ലോ, എൻ്റെ ഈ കുഞ്ഞിനെയും കൊണ്ടൊന്ന് പുറത്തു പോകാനോ എൻ്റെ ഈ കുഞ്ഞിൻ്റെ ഒരു കാര്യങ്ങൾ ചെയ്യാനോ നിങ്ങൾക്കാർക്കും നേരെയില്ലെന്ന് ചോദിക്കുക. അപ്പോൾ നയന പറയുന്നുണ്ട്, ചേച്ചി എന്തിനാ ഇങ്ങനെ വേർതിരിവ് പറയുന്നത്? ചന്തുമോളുടെ പിറന്നാളല്ലേ, അതുകൊണ്ടല്ലേ. കുഞ്ഞുമോൻ്റെ പിറന്നാളൊന്നും ആയില്ലല്ലോ, നൂലുകെട്ടും ചടങ്ങുകളും ഒക്കെ നമ്മൾ ആഘോഷിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ ചന്തുമോളെയും കൊണ്ട് ആദർശം നയനയും പുറത്തേക്കൊക്കെ പോകാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ചന്തുമോളുമായിട്ട് അവർ പുറത്തു പോവാണ്. അപ്പോൾ നമ്മുടെ നവ്യയുടെ മനസ്സിൽ അങ്ങനെ ആകെപ്പാടെ കുശുമ്പ കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ കുഞ്ഞിനെയും കൊണ്ട് പുറത്ത് കറങ്ങാൻ പോയില്ലെന്നുള്ള പരിഭവമാണ്. ഇവർ പോകുന്ന കാണുമ്പോൾ നയനയും ആദർശും ചന്തുമോളും കൂടെ പോകുന്ന കാണുമ്പോൾ നവ്യയ്ക്ക് എങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നവ്യയുടെ മനസ്സിൽ നവ്യയുടെ കുഞ്ഞും അബിയുമായിട്ട് പോകണം എന്നുള്ളതാണ്. അങ്ങനെ അബി വീട്ടിലേക്ക് എത്തുമ്പോൾ അബിയോട് പറയുന്നുണ്ട് കേട്ടോ, അബി നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറയാം. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്തിനാണ് നമ്മൾ പുറത്ത് പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ, കാരണം ഈ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് പോവുക, എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കുക. ഇല്ല പോകണം, എനിക്ക് കുഞ്ഞുമായിട്ട് നിൻ്റെ കൂടെ പുറത്തൊക്കെ ഒന്ന് പോകണം എന്ന് പറയാം. നിന്നെയും കൊണ്ട് ഞാൻ പല പ്രാവശ്യം പുറത്ത് പോയതല്ലേ, ഇപ്പോൾ കുഞ്ഞ് കുറച്ചുകൂടെ വലുതാവാതെ അതിനെ എങ്ങനെയാണ് നമ്മൾ പുറത്ത് കൊണ്ട് നടക്കുക? അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. എനിക്കിപ്പം നമ്മുടെ കുഞ്ഞുമായിട്ട് പുറത്തൊന്ന് പോകണമെന്ന് പറയാം. ശരി നമുക്ക് പോകാമെന്നാ, നീ കുഞ്ഞിനെ എടുക്ക്. ഇപ്പം എന്താ നിനക്ക് അങ്ങനെ ആഗ്രഹം തോന്നാമെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അതെ ആദർശും നയനയും ആ കൊച്ചിനെയും കൊണ്ട് പുറത്ത് പോയിരിക്കുക. അവരങ്ങനെ സ്നേഹത്തോടെ പോവുകയും വരികയൊക്കെ ചെയ്യുന്ന കാണുമ്പം നമ്മുടെ കൊച്ചിനൊരു പരിഗണന കിട്ടാത്ത പോലൊക്കെ എനിക്ക് തോന്നുക. അതാ അബി ഞാനങ്ങനെ പറഞ്ഞേ എന്ന് പറയാണ്. അങ്ങനെ അബി അപ്പോൾ അത് കേൾക്കുമ്പോൾ അങ്ങ് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. നയനയ്ക്കൊക്കെ ഉള്ള ഒരു പണിയാണല്ലോ എന്ന് ഓർത്തിട്ട് അബി പറയാം, ആ കൊച്ചിനെ എടുത്തു നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങാം. അപ്പോഴാണ് ആദർശും നയനയും ചന്തുമോളും കൂടെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇവർ പോകാൻ ഇറങ്ങുമ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട്, ചേച്ചി എവിടെ പോവാ ഈ കുഞ്ഞുമായിട്ട്, എങ്ങോട്ടാണ് നിങ്ങളെന്ന് ചോദിക്കുമ്പം നവ്യ ഓരോന്നൊക്കെ അങ്ങ് പറയാണ്. നവ്യ പറയാണ്, ഞാൻ എൻ്റെ കുഞ്ഞും ഭർത്താവുമായിട്ടല്ലാതെ പിന്നെ ആരുടെ കൂടെയാണ് പുറത്ത് പോകേണ്ടത്? നിനക്ക് ഈ കൊച്ചിനെയും കൊണ്ട് പുറത്ത് പോകാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പോയിക്കൂടെ? നിങ്ങൾ ഈ കൊച്ചിന് ആവശ്യമില്ലാത്ത പരിഗണനകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കുന്ന പോലെ ഞങ്ങളുടെ കുഞ്ഞിനെ പരിഗണിക്കണ്ടേ? വേറെ ആരും അതിനെ പരിഗണിച്ചില്ലെങ്കിലും ഞാൻ പരിഗണിക്കണ്ടേ? അതുകൊണ്ട് ഞങ്ങളും കൊച്ചുമായിട്ട് പുറത്ത് പോകാമെന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ചേച്ചി ഈ കുഞ്ഞിനെയും കൊണ്ട് വെയിലൊക്കെ കൊള്ളിച്ച് അത് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ വാശിക്ക് കൊച്ചിനെ എടുത്തുകൊണ്ട് നമ്മുടെ അബിയുടെ കൂടെ പുറത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ നവ്യ. അങ്ങനെ നവ്യയുടെ മനസ്സ് മുഴുവൻ ഇങ്ങനെ കല്ലുപോലെ കുശുമ്പ് കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. ചന്തുമോളെ കാണുന്ന തന്നെ ദേഷ്യമാണ്. എങ്ങനെയൊക്കെ ചന്തുമോളെ ചീത്ത പറയാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ.
ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് അബി അങ്ങ് ചിരിക്കുന്നുണ്ട്. അബിയുടെ മനസ്സിൽ ആദർശിൻ്റെ തലയിലായല്ലോ ചന്തുമോള്, ഞാൻ രക്ഷപ്പെട്ടല്ലോ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അബിക്ക് പേടിയാണ്. എങ്ങനെയെങ്കിലും അനഘയുടെ ജീവൻ വെച്ച് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്നോർത്ത് കൂട്ടുകാരെയെല്ലാം വിളിച്ച് ഏർപ്പാടൊക്കെ ചെയ്ത് തന്നെ വച്ചിരിക്കുകയാണ്. അനഘ അനങ്ങോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അറിയിക്കണമെന്നും അനഘയെ അപ്പോൾ തന്നെ തീർക്കണമെന്നും ഒക്കെയാണ് അബിയുടെ മനസ്സിൽ. ഇതൊന്നും പാവം നമ്മുടെ നവ്യ അറിയുന്നില്ല. നവ്യ വല്ലാതെ കിടന്നങ്ങ് തിളയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെയൊക്കെ ഫലം നവ്യയ്ക്ക് അവസാനം കിട്ടുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ നവ്യ അങ്ങ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. കാരണം അബിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ചന്തുമോളുടെ അച്ഛനെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നവ്യയുടെ ഈ കുശും ഇപ്പം നവ്യ കാണിക്കുന്നതിനൊക്കെ ഒരു നല്ല പ്രതിഫലം തന്നെ കിട്ടും. അപ്പോൾ അത് നമുക്ക് സന്തോഷം വരികയും ചെയ്യും കേട്ടോ അത് കിട്ടുമ്പം. അതേസമയം നന്മമരമായിട്ടിരിക്കുന്ന നമ്മുടെ നയന അതും കാണിക്കുന്ന അത്ര ശരിയൊന്നുമല്ല. നയന അങ്ങ് എല്ലായിടത്തും ഓവറായിട്ട് നല്ലതായിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ഈ സത്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞെന്ന് വെച്ച് നവ്യയുടെ ജീവിതത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അബിയെക്കുറിച്ച് വളരെയധികം മുൻധാരണകളൊക്കെ ഉള്ള ആളാണ് നവ്യ. അതുകൊണ്ട് തന്നെ നവ്യ അങ്ങ് പെട്ടെന്നങ്ങ് ഇല്ലാതാവുമൊന്നുമില്ല. അതൊന്നും സത്യം പറയുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ മുത്തശ്ശനും നയനയൊക്കെ അത് മറച്ചു വെക്കുകയാണ്. അത് വെറും ഒരു വ്യാമോഹം മാത്രമാണ് കേട്ടോ. അത് എന്തായാലും സത്യങ്ങളൊക്കെ പുറത്തു വരും. അതേസമയം നമ്മുടെ അനാമികയാണെങ്കിലും അവിടെ അനിയുമായിട്ട് എപ്പോഴും അടിയാണ്. അനിയുമായിട്ട് അടി പിടിക്കുന്ന പോരാഞ്ഞിട്ട് കാണുന്ന കാമുകന്മാരുടെ കൂടെ മുഴുവൻ കറങ്ങി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മുടെ ജാനകി പുറത്തൊക്കെ ഒന്ന് പോവുകയാണ്. ഷോപ്പിങ്ങിനൊക്കെ ആയിട്ടാണ് ജാനകി പോകുന്നത്. ജാനകി അങ്ങനെ ടൗണിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പം കാറിൽ പോകുമ്പോഴേക്കും അനാമികയെ വേറൊരാളുടെ ബൈക്കിൻ്റെ പുറകിലിരുന്ന് പോകുന്നത് കാണുകയാണ്. അപ്പോൾ ജാനകി ഓർക്കുന്നുണ്ട്, ദൈവമേ ഇത് അനാമികയല്ലേ, ഇവളിത് എവിടെ പോവാണ്, ഇതാരാ ഇവളുടെ കൂടെ, ഫ്രണ്ട്സ് ആരെങ്കിലും ആണോ അതോ കസിൻസ് ആണോ, എന്തെങ്കിലും കാര്യത്തിന് പോവായിരിക്കും എന്ന് ജാനകി വിചാരിക്കാനാണ്. അങ്ങനെ ജാനകി പിന്നെയും വണ്ടിയിൽ അങ്ങ് പോകുമ്പോൾ അവരാണെങ്കിൽ ഒരു ഐസ്ക്രീം പാർലറിൽ നിന്ന് കൂട്ടിമുട്ടിയിരുന്ന് അനാമികയും ആ പയ്യനും കൂടി ഐസ്ക്രീം കഴിക്കുകയും തോളി കൈയിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന ജാനകി കാണുക. പെട്ടെന്ന് ജാനകിക്ക് സംശയം തോന്നുകയാണ്, അനി പറയുന്നതിൽ എന്തെങ്കിലും കാര്യം കാണുമോ, ഇവള് ഇത്തരക്കാരിയായിരുന്നോ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ. ഞാൻ വിചാരിച്ചു അനാമിക ഇങ്ങനെയൊന്നും ആവില്ലെന്ന്. ഇതിനി ഇവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കുമോ അതോ മറ്റെന്തെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ ജാനകി ഫോളോ ചെയ്യുകയാണ് അനാമികയെ. അപ്പോൾ അനാമികയും ആ പയ്യനും കൂടെ ഒരു ലോഡ്ജിലോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ പോകുന്ന കാണുമ്പോഴേക്കും ജാനകി ആ പുറകെ തന്നെ ചെല്ലുമ്പം ഇവരങ്ങ് പെട്ടെന്ന് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ജാനകി പുറകെ ചെന്ന് വിളിക്കുന്നുണ്ട്, അനാമികയെ ഒന്ന് നിന്നേ, എന്താ ആരാന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ അനാമിക ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അനാമിക ആ പയ്യനും കൂടെ ആ റൂമിലേക്ക് കയറിപ്പോയി വാതിലടയ്ക്കാണ്. അപ്പം ജാനകിക്ക് വല്ലായ്ക്ക് തോന്നുക കേട്ടോ. ജാനകി മനസ്സിലിങ്ങനെ വിചാരിക്കുക, ഈ അനാമിക ഇതെന്തിനു പോയതാ, ഇതാ ഒന്ന് ഫോൺ വിളിച്ച് നോക്കട്ടെ. അവരാണെങ്കിൽ റൂമിൽ കയറുകയും ചെയ്തു. അവളോടൊന്ന് ഇറങ്ങി വരാൻ പറയാം, ആരാ കൂടെയുള്ള പയ്യനെന്ന് ചോദിക്കാം. ഇതാരെങ്കിലും കണ്ടാൽ മോശമാവുമല്ലോ, നാട്ടുകാരൊക്കെ പറഞ്ഞാൽ എന്തെല്ലാം പറഞ്ഞ് നടക്കും. ആ നയനെയൊക്കെ അറിയുകയാണെങ്കിൽ പിന്നെ തല ഉയർത്തി നടക്കുകയും വേണ്ട എന്നും പറഞ്ഞ് ഫോൺ വിളിക്കുകയാണ് കേട്ടോ അനാമികയെ. 2-3 പ്രാവശ്യം ജാനകി വിളിച്ചിട്ടും അനാമിക ഫോൺ കട്ട് ചെയ്ത് വിടുക. അപ്പോൾ ജാനകിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ജാനകി ലോഡ്ജിലകത്തേക്ക് കയറി ചെന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, ആ റൂമിലേക്ക് കയറിപ്പോയ പയ്യനും പെണ്ണും ഏതാണെന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, അത് ഏതാണ് ഇങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, അവർ കപ്പിൾസാണ്, അവരിടയ്ക്ക് ഇവിടെ വരാറുണ്ട്, റൂം എടുക്കാറുണ്ട്, കുറച്ച് സമയം തങ്ങും, അതിനുശേഷം അവർ തിരിച്ചു പോകും. എന്താ മേഡം എന്ന് ചോദിക്കുക. ഒന്നുമില്ല, ആ കുട്ടിയെ എനിക്കറിയാവുന്ന, അപ്പോൾ കൂടെ പോയത് ആരാണെന്ന് അറിയാനായിരുന്നു എന്ന് പറയുമ്പം അവർ പറയാണ്, ആ കുട്ടി പലപ്പോഴായിട്ടും ഇവിടെ വരാറുണ്ട്, ഒരാളുടെ കൂടെ ഒന്നും അല്ല വരാറ്, വേറെ പലരുടെയും കൂടെയാണ് വരാറ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ബെസ്റ്റി, ഫ്രണ്ട് എന്നൊക്കെയുള്ള ഓമനപ്പേരെ വിളിക്കാൻ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു ബെസ്റ്റിയുടെ കൂടെയൊക്കെ പോകും. നമുക്കതൊന്നും തിരക്കേണ്ട കാര്യമില്ലല്ലോ, വേറൊന്നും പറയാനും പറ്റില്ല. അന്വേഷിച്ച് വരുന്നാൽ പറയും ഞങ്ങൾ ഫ്രണ്ട്സാണ്, എൻ്റെ ബെസ്റ്റിയാണ് എന്നൊക്കെ. ഒരു ബെസ്റ്റിയൊന്നും അല്ല ഈ പെൺകുട്ടിക്കുള്ളത്, അവളുടെ സ്വഭാവം അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. എന്താ മേഡത്തിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ആണോ അതെന്ന് ചോദിക്കുക. അപ്പം ജാനകിയുടെ തൊലി അങ്ങ് ഉരിഞ്ഞു പോവുക കേട്ടോ അനാമികയെക്കുറിച്ച് ഈ വർത്താനം കേൾക്കുമ്പം. അങ്ങനെ ജാനകി അവിടെ നിന്ന് വീട്ടിലേക്ക് പോവാണ്. ആകെ വിഷമിച്ചാണ് ജാനകി വീട്ടിലേക്ക് ചെന്ന് കയറുന്നത്. പിന്നെ കയറിക്കഴിയുമ്പം ആകെ മിണ്ടാതെ പോയി അവിടെ ഇങ്ങനെ ഇരിക്കുക. അതിനുശേഷം നയനെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നയനെ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയേ, എന്താ ചെറിയമ്മ ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒന്നുമില്ല എന്ന് പറയാം. അപ്പോഴാണ് അനാമിക അങ്ങോട്ട് കയറി വരുന്നത്. അനാമിക വരുമ്പോഴേക്കും ജാനകി അങ്ങ് ചാടി എണീക്കുകയാണ്. അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ജാനകി ചോദിക്കുക, അനാമികയെ നീ ഇത് എവിടെ പോയതായിരുന്നു ഇന്നെന്ന് ചോദിക്കുക. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എന്താ അമ്മ ഇപ്പം ഇങ്ങനെ ചോദിക്കാൻ, ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പോയി, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തൊക്കെ ഒന്ന് പോയി, എന്താ ഞാനെപ്പോഴും ഇവിടെ തന്നെ ഇരിക്കണമെന്ന് ചോദിക്കുക. അല്ല
നീ ഇപ്പോൾ ആവശ്യമില്ലാത്ത പല സ്ഥലത്തും കറങ്ങുന്നില്ലേ? ഇന്നൊരു പയ്യൻ്റെ കൂടെ ഞാൻ നിന്നെ കണ്ടല്ലോ, അതാരായിരുന്നെന്ന് ചോദിക്കുക. അപ്പോൾ അനാമിക അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നീ അവനുമായിട്ട് റൂമിൽ പോകുന്നുണ്ടെന്ന് പറയാം. ഓ, അതിനിപ്പോൾ എന്താ, അതെൻ്റെ ഫ്രണ്ടല്ലേ, എനിക്ക് അവൻ്റെ കൂടെ റൂം എടുക്കാമല്ലേ. ഒരാണും പെണ്ണും കൂടെ ഒന്നിച്ചൊരു റൂമിലിരുന്നാൽ അതിന് വേറെന്തെങ്കിലും അർത്ഥമാണോ നിങ്ങൾ കണ്ടെത്തുന്നത്? എന്തായാലും നിങ്ങളുടെ മകൻ നടക്കുന്ന പോലൊന്നും ഞാൻ നടക്കുന്നില്ലല്ലോ. അവനാ നന്ദു എന്ന് പറഞ്ഞവളുടെ പുറകെയല്ലേ 24 മണിക്കൂർ നടക്കുന്നത്. അപ്പോൾ ജാനകി പറയാ, നീ ഒരക്ഷരം മിണ്ടരുത്. അവൻ നന്ദുവിനെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നുണ്ടെന്നല്ലാതെ ഇതുപോലൊരു വൃത്തികളും അവർ തമ്മിലില്ല. നീ ആ റൂമിൽ കയറി വാതിലടച്ചിരിക്കുകയല്ലായിരുന്നോ? അവിടുത്തെ ലോഡ്ജിൽ തിരക്കിയപ്പോൾ നീ പലപ്പോഴും പലരുടെയും കൂടെ ആ റൂമിൽ വരാറുണ്ടെന്ന് പറഞ്ഞു. നീ എത്രക്കാരിയായിരുന്നോ? ഞാൻ പലരുടെയും കൂടെയൊന്നും ആ റൂമിൽ പോകാറില്ല എന്ന് അനാമിക പറയാണ്. പിന്നെ ആ ലോഡ്ജിലുള്ള ആൾ നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായമൊന്നുമല്ല പറഞ്ഞത്. എന്നാൽ പിന്നെ നിങ്ങൾ ചെന്ന് അയാളുടെ അഭിപ്രായം ചോദിക്കുക. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ചിലപ്പം റൂമിലൊക്കെ പോയെന്നിരിക്കും, എനിക്കും വേണ്ട എന്തെങ്കിലും ടൈം പാസ് എന്ന് അനാമിക പറയുമ്പോൾ ജാനകി കാരണക്കുറ്റിക്ക് ഒരെണ്ണം കൊടുക്കുക. എന്നിട്ട് പറയുക, ഇത്തരക്കാരിയായിരുന്നു നീയല്ലേ, ഞാൻ നിന്നെ വിശ്വസിച്ച് നിൻ്റെ കൂടെ നിന്നു. പലരും നിന്നെ കുറ്റം പറഞ്ഞപ്പോഴും ഞാൻ അനിയെ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. എൻ്റെ മകന് പറ്റിയ ഭാര്യയല്ല നീ എന്നുള്ള കാര്യം എനിക്കിപ്പോൾ ബോധ്യമായി എന്ന് ജാനകി തുറന്നു പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഒരു സത്യങ്ങളൊക്കെ വീണ്ടും തെളിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്